ശനിയാഴ്ചയായിട്ട് വീട്ടിൽ നിന്നപ്പോൾ എൻ്റെ ലക്കിക്കുട്ടനൊരാഗ്രഹം അവന് ചൂണ്ടയിടാൻ പോകണമെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇടയ്ക്കൊക്കെ ആറ്റിലും കടലിലും ഒക്കെ ചൂണ്ടയിടാൻ പോകുന്ന കാണുമ്പോൾ ഇയാൾ ഭയങ്കര നിർബന്ധമാണ് കൂടെ ചൂണ്ടയിടാൻ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കടലിലും ആറ്റിലൊന്നും കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊതുവേ കൊണ്ടുപോകാറില്ല. പക്ഷേ ഇന്നലെ ഭയങ്കര നിർബന്ധമായിരുന്നു കൊണ്ട് ഒരു അച്ഛനെ വിളിച്ചിട്ട് അവിടെ വീടിൻ്റെ അടുത്തൊരു ഇച്ചിരി വലിയൊരു തോടുണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടിൽ അയാളെയും കൊണ്ട് ചൂണ്ടയിടാനായിട്ട് പോയി. അപ്പോൾ അയാളൊരു സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അതൊക്കെ ആയിട്ടാണ് ചൂണ്ടയിടാനായിട്ട് പോയത്. എന്നിട്ട് തോടിൻ്റെ സൈഡിൽ പോയി അയാൾ നിൽക്കുന്നതാണത്. അപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ അയാൾ സ്റ്റിക്കുമായിട്ട് പോയി ഞാൻ ചൂണ്ടയിടാമെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കുമായിട്ട് പോയി എന്ന് സൈഡിൽ നിന്ന് ചൂണ്ടയിടുകയാണ്. പക്ഷേ മീനൊന്നും കൊത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പം ഇയാൾ കൂടെ അത് സ്റ്റിക്കെറിയുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പം കുഞ്ഞിന് മീനൊന്നും ഇരുന്നപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. അപ്പോൾ അവനത് കിട്ടിയിരുന്നെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയെങ്കിൽ അവനൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ പക്ഷേ ഒരെണ്ണം പോലും കിട്ടിയില്ല. അപ്പോൾ അയാൾ അവിടെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായി നോക്കിയൊക്കെ നിന്നു. വീണ്ടും അയാളുടെ ശ്രമം ഉപേക്ഷിക്കാതെ അയാൾ വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ എപ്പോഴെങ്കിലും അതിനൊരു ഫലം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത് സത്യമല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞ് അത്ര ആത്മാർത്ഥമായിട്ടാണ് അവൻ ആഗ്രഹിച്ചത് ചൂണ്ടയിടാൻ പോകണമെന്നും ഒരു മീനിനെങ്കിലും പിടിക്കണമെന്നൊക്കെ അയാൾ അത്ര ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്തായാലും അവന് കിട്ടാണ്ടിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും അയാളുടെ ആഗ്രഹം പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ചൂണ്ടയിലൊരു മീൻ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്. കിട്ടിയോ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കും. പക്ഷേ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ കൂടെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരച്ഛനും മോനോടെ പോയിട്ട് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്ന വീഡിയോ. അതുകൊണ്ട് എനിക്കും കറക്റ്റ് അറിയത്തില്ല അയാൾക്ക് കിട്ടിയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. എന്നാലും അവൻ്റെ ഒരു മുഖത്തെ ആ ടെൻഷനും ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു വിഷമം പോലെ. കുഞ്ഞിന് കിട്ടുമോ, അവന് സന്തോഷമാവണമെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും കിട്ടണ്ടേ. അപ്പം ഞാനും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കൊച്ചിന് ഒരു മീനിനെങ്കിലും കിട്ടുമോ, ഒരെണ്ണത്തിനെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിലാണ് ഞാനും ഇരിക്കുന്നത്. അപ്പം അയാൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അയാൾ നോക്കുന്നു, വീണ്ടും ചൂണ്ടയിടുന്നു. അപ്പം കിട്ടുമായിരിക്കും, ഒരെണ്ണത്തിനെങ്കിലും കിട്ടാണ്ടിരിക്കത്തില്ല. അപ്പം അയാൾ വീണ്ടും ഇങ്ങനെ ചൂണ്ടയിട്ട് നോക്കി നിൽക്കുകയാണ്. കിട്ടിയില്ല, ഒരെണ്ണത്തിനെ പോലെ അവന് കിട്ടിയില്ല. ഇപ്പം എന്തായാലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയ മീൻ അയാൾ എന്തിനാണ് വീണ്ടും വെള്ളത്തിലിട്ടതെന്ന് മാത്രം എനിക്കറിയത്തില്ല. അപ്പം അതിനെ തന്നെയാണെന്ന് തോന്നുന്നു വീണ്ടും പൊക്കിയെടുത്തത്. പക്ഷേ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് അവൻ പിടിച്ച മീൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അയാൾ ആ മീനിനെ ആ ചൂണ്ടയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. അപ്പം അയാൾ എന്നിട്ട് വീണ്ടും ചൂണ്ടയിടുന്നുണ്ട്, ചൂണ്ടയിടുകയാണ്. അപ്പോൾ എന്തോ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ചൂണ്ടയിടുന്നത്. എനിക്ക് തോന്നുന്നു മീൻ കൊത്തി കാണാം, അതായിരിക്കും അയാൾക്ക് അത്ര സന്തോഷം. മുഖത്തെ ആ ഒരു ഭാവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതായിരിക്കാം. അപ്പം കിട്ടി എന്തായാലും കിട്ടി. അവൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട എന്ത് സന്തോഷം അവന്. അത് കാണുമ്പോൾ നമുക്കും നല്ലൊരു സന്തോഷമല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരാഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ മുഖത്തെ സന്തോഷം കാണുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അയാളൊരു മീനിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ അയാൾ സ്വന്തമായിട്ട് പിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.